മായാശില്പം ലീലാലോലം നൃത്തം വെക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു ദേവി നീയ മായാശില്പം ലീലാലോലം നൃത്തം വെക്കും ജ്വാലാമേഘം കാറ്റിൽ പടർന്നു മഴവിലൊരു മൈമിനലസലാസ്യം മപ്പ മമ സനിപ മമ മരസനിപ ആകാശത്താരാജാലം ചൂടാരത്നം ചാത്തി നിന്നെ സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു നീലാകാശത്താരാജാലം ചൂടാരത്നം ചാത്തി നിന്നെ സന്ധ്യാരാഗം പൊന്നിൽ പൊതിഞ്ഞു മധുരമൊരു ശ്രുതിയിൽ അലിയുമെന്റെ ഹൃദയ മുരളി ഉണരാം മനസ്സിൽ മിഥുന മഴ പൊഴിഞ്ഞു മഴകിലൊരു മൈലിനലസലാസ്യം ഹരിതവനിയിലൊരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം കല്യാണ കച്ചേരി പാടാമേട്ടി കച്ചേരിക്കാരാനും പോരും നോട്ടി പോരും ബമ്പുക്കൊമ്പത്താടും നോട്ടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറവാടിയിൽ നിറകെ പൊന്നെ ഓ കല്യാണ കച്ചേരി പാടാമേട്ടി കച്ചേരിക്കാരാനും പോരും നോട്ടി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറവാടിയിൽ നിറകെ പൊന്നെ ഓ കല്യാണ കച്ചേരി പാടാമേട്ടി കച്ചേരിക്കാരാനും പോരും നോട്ടി തട്ടാരേവോ താലിക്കെന്തു വില പട്ടോല പൂപ്പന്തൽ കിട്ടാമെട്ടു നില കാണ കൈതോലേഹോ
ചന്ദനം പുഴയിൽ മഴ നിറയും ധനുമകരം കുളിരെഴുതും തിരനുറയിൽ തകിലടിയിൽ തിമിർതോ ഓ കല്യാണ കച്ചേരി പാടാമേട്ടി കച്ചേരിക്കാരാനും പോരും നോടി ചെങ്ങാലീവോ തേലയ്ക്കെന്തു വില ഓലോല കൈന്മേൽ തട്ടി ഓട്ടുവള വാടാ പാപ്പ തീവോ വേണം തൂസനില വാർത്തുമ്പത്തോറുണ്ണൻ കണ്ണൻ വാഴയില ഓ മണിത്തിങ്കൾ കാറ്റും മണിപ്പപ്പടം വിളമ്പും നിലാവാൽ പാൽ പായസം ചിരിയിൽ ചെറുചിരിയിൽ കുനുചിറകിൽ മനമുണരും അലവൊലിയിൽ നിലവൊലിയിൽ തിമിർതോ ഓ കല്യാണ കച്ചേരി പാടാമേട്ടി കച്ചേരിക്കാരാനും പോരും നോട്ടി പോരും ബമ്പുക്കൊമ്പത്താടും നോട്ടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറമാഴിയിൽ നിറകെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമേട്ടി കച്ചേരിക്കാരാനും പോരും നോട്ടി താങ്ക് യു നഗ്നപൂജ നടത്തി. ഓ അവന്റെ ഒരു യോഗമേ. കോണ്ടലീസ റൈസ് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെടും. സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇടതുപക്ഷം. സുരക്ഷ വേണം, സുരക്ഷ വേണം. എയ്ഡ്സ് ഒക്കെ ഉള്ളതാ. കേരളത്തിലെ റോഡുകളിൽ അയ്യോ എന്റെ നില തല്ലി പൊളിക്കുന്നേ. ഇല്ല മുതലാളി, ഞാൻ ഇവിടെ നിൽക്കണില്ല. എന്താണ് പ്രശ്നം? മുതലാളിയുടെ മോനുണ്ടല്ല, തൊട്ടുമോനാ അവൻ എന്റെ തലക്ക് കല്ലിട്ടെറിഞ്ഞു. എടാ ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇവിടുന്ന് പോവല്ലേ? ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊള്ളാവും. എന്നാലേ പോവല്ലേ? മുതലാളിക്ക് ശമ്പളം കൂട്ടിത്തരോ? ശമ്പളം കൂടി തരാം. മാത്രം അങ്ങനെ ശമ്പളം കൂടി തരാൻ ഇവിടെ പണിയാ എടുക്കുന്നത്. ഇവിടെ മുറ്റടിക്കണതാ, അലക്കലും തേച്ചുകളൊക്കെ നിൽക്കട്ടെ. ചെറിയ പണി പറഞ്ഞിട്ട് ദിവസം എത്രയായി? ഈ ബൾബിന്റെ ഹോൾഡർമാര് അത് ശരിയാക്കി വയറൊക്കെ ശരിയാക്കിട്ട് നിനക്ക് കുളിക്കാം. ആ ബൾബൊക്കെ മാറ്റാം. പക്ഷെ എന്റെ ശമ്പളം കൂട്ടിത്തരോ? ശമ്പളം നോക്കാം, ശമ്പളം കൂടി തരാം, നോക്കാം. പക്ഷെ ഈ പവർ കട്ടിന്റെ സമയത്താ ബൾബ്.
കുരുത്തം കേട്ടവനെ നീ എന്തിനാണ് ആ രാജപ്പനെ കല്ലെടുത്തെറിഞ്ഞത്? ആ രാജപ്പൻ നമ്മുടെ രാജപ്പനെ നീ കല്ലെടുത്ത് തല പൊട്ടിച്ചു. രാജപ്പന്റെ ഞാനേ തലക്കൊന്നല്ല കല്ലെടുത്ത് എറിഞ്ഞത്. തലക്കല്ല കല്ലെറിഞ്ഞത്, പിന്നെ ആ കണ്ണിനിട്ട് എറിഞ്ഞതാ. കണ്ണിനിട്ട്. എടാ കുരുത്തം കേട്ടവനെ നീ നാട്ടുകാരെ തന്നെ ഒളിപ്പിക്കുക എന്നാ? എടാ നീ നിന്നെ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടായി. നാട്ടുകാരനെ കളിയാക്കി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ആ ശോശാമ ചിത്ര വീട്ടിൽ നീ ഒളിഞ്ഞു നോക്കിയ. എടാ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റില്ല നീ കാരണം. കുരുത്തം കേട്ടവനെ. എടാ നിന്റെ സാറിന്റെ മാഷ് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് വെച്ച് കണ്ടപ്പോ എന്താണെന്നറിയോ മാഷ് നിന്നെ പറ്റി പറഞ്ഞത്? നിന്റെ സാമൂഹ്യ മാഷി. എടാ മാഷ് പറഞ്ഞത് നിനക്ക് ചരിത്രത്തിൽ ഒരു വിവരമില്ലാന്ന് പറയണത്. നീ പിന്നെ നീ എന്താ പഠിക്കണോ പോയിട്ട്? ഈ ചരിത്രം എന്ന് പറഞ്ഞിട്ട് മാഷ് പഠിപ്പിക്കുന്നത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാ. എടാ കുരുത്തങ്ങൾ നീ ജനിച്ചതിന്റെ ചരിത്രം ഉണ്ടായത്. നീ ജനിച്ചാണ് ചരിത്രം ഉണ്ടായത്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. എന്താണ്? എടാ അപ്പുറത്തെ വീട്ടില് ആ പുതിയ ചേട്ടൻ ചേച്ചി താമസിക്കാൻ വന്നിട്ട് നീ അവിടെ പോയിട്ട് ഞാൻ ചെയ്തത്. ഇത്രയും വലിയ താടിയുള്ള ആ താടിയുള്ള ഇത്രയും വലിയ ആ മൂക്കുള്ള. എടാ നീ താടരെ മൂക്കിന്റെ കാര്യം പറയല്ലേ? നീ അവിടെ എന്താ ചെയ്തത്? ഇന്നലെ ഞാൻ ആ വീട്ടിൽ പോയായിരുന്നേ. ആ വീട്ടിൽ പോയിട്ട് പോയപ്പോ എന്താണ് ചെയ്തതെന്ന് പറയണ നീ. അവിടെ ഈ കളറിന്റെ കളർ മീനൊക്കെ ഇട്ടിരിക്കുന്ന ഈ ചതുരത്തിലുള്ളൊരു പെട്ടി ഉണ്ടല്ലോ. കളർ മീൻ? ഈ കളർ മീനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അക്വേറിയം. അതന്നെ അക്വേറിയം. എന്ത് അക്വേറിയം? അക്വേറിയം. അതന്നെ എടാ അക്വേറിയം എന്ത് നീ പറഞ്ഞ? നീ എന്താണ് ചെയ്തവിടെ പോയിട്ട്? നീ എന്താണ് പോയിട്ട് ചെയ്തത്? അവിടെ പോയപ്പോ വീട്ടിലെ കറി വെക്കാനായിട്ട് മീൻ പിടിക്കാന്ന് വിചാരിച്ചേ. കറി വെക്കാനായിട്ട് അക്വേറിയത്തിൽ മീൻ പിടിക്കാൻ പോയത് വിചാരിച്ചേ. എന്നിട്ട് ഞാൻ അതിൽ ചൂണ്ടിട്ടോ. അക്വേറിയത്തിൽ ചൂണ്ടിട്ടപ്പോ ഒറ്റ മീൻ പോലും കൊതിയില്ല. എന്റെ ദൈവമേ ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? അത് തല്ലി പൊട്ടിച്ചിട്ട് പോക്കറ്റിലിട്ടോണ്ട് പോന്നു. എടാ തല്ലി പൊട്ടിച്ച് നീ പോക്കറ്റിലിട്ടാ? ഇത്രയൊക്കെ നിന്റെ ആളൊന്നും ചെയ്തില്ലേ? ചേട്ടനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലേ? ചേട്ടൻ എന്നെ മോളിലോട്ട് വിളിച്ചോണ്ടോട്ടെ. മോളിലോട്ട് വിളിച്ചിട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരുപാട് കാര്യം പറഞ്ഞു. എന്താണ് ആള് പറഞ്ഞത്? ചേട്ടൻ പറയുവാ എന്താണ് പറഞ്ഞെന്ന് പറയടാ? മേലാലി വീട്ടിൽ കയറിയാലേ കാല് തല്ലി ഒടിക്കുക. എന്റെ ദൈവമേ നീ നാട്ടുകാരെ കൊണ്ട് എന്നെ നീ അവന്റെ രാജപ്പന്റെ മേൽ കിട്ടണം. എന്താ ദോഷം? നീ കാരണം വേലക്കാരി വീട്ടിൽ നിൽക്കട്ടെ. എല്ലാവരും നീ തല്ലി ഓടിക്കല്ലേ ഇവിടെ നിന്ന്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. രാജപ്പ നോക്കി. രാജപ്പ നീ എത്ര നേരം പഠിച്ചു? സ്കൂളിലൊന്നും പോയിട്ടില്ല. കേട്ടോ അവൻ പറഞ്ഞത്? അവൻ പഠിച്ചിട്ടില്ല, അടിസ്ഥാനമില്ല. അതിന് പേര് എന്തുണ്ടായി? അവൻ ഇപ്പൊ ഇവിടെ നമ്മളെ വീട്ടില് അടുക്കളയില് പാചകം ചെയ്ത് വിറക് വീറി ഒക്കെ ജീവിക്കണം. അപ്പൊ നിനക്ക് നല്ല നിലയത്തിന്റെ അതിന് വേണ്ടി നീ പഠിക്കണം, നല്ല നിലയിൽ പഠിക്കണം. അപ്പൊ എന്ത് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? താഴേന്ന് പഠിച്ചു തുടങ്ങണം. താഴേന്ന് പഠിച്ചു തുടങ്ങണം. ഉദാഹരണത്തിന് ഇപ്പൊ 1ാം ക്ലാസ്സിൽ 2, 3, 4 അങ്ങനെ പഠിച്ച് വലിയ നിലയിലെത്തണം. മനസ്സിലായോ? ഒരു സംശയമുണ്ട്. സംശയം ചോദിച്ചോളൂ. അതെ, ഈ കിണറിന്റെ പണിയൊക്കെ തുടങ്ങുന്നത് എങ്ങനാ? കിണറിന്റെ പണിയല്ലാണ്ട് നിനക്ക് ചോദിക്കാൻ കേട്ടില്ലേ? സംശയം സംശയം ചോദിക്കില്ല. കിണർ പണി എങ്ങനെയാണ്? എടാ ഞാൻ പറഞ്ഞൊരു മനസ്സിലായോ? ഉദാഹരണത്തിന് അച്ഛന്റെ കാര്യം തന്നെ എടുക്കും. അച്ഛൻ ചെറിയ രീതിയിൽ ഒരു ക്ലർക്കായിട്ട് ഒരു ഓഫീസിൽ ജോലിക്ക് കയറി. ആ ഓഫീസിൽ നിന്ന് ക്ലർക്കായിട്ട് പിന്നെ അതിന് പ്രൊമോഷനായി ഒരു സീനിയർ ക്ലർക്കായി മാനേജറായി. ഇപ്പൊ അച്ഛൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മോസ്റ്റ് പൊസിഷനിലാണ് അച്ഛൻ. അപ്പൊ അതിൽ നിന്ന് എന്റെ മോൻ എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ആൾക്കാര് കേട്ട് നിന്നോട് ഇടിച്ചില്ല. നീ ഇവിടുന്ന് അതെ ഇനി അപ്പച്ചൻ സീരിയസ് ആയിട്ടൊരു കാര്യം തമാശ ഒന്നുമില്ല. എന്താണ് നിന്റെ നിന്റെ പ്രായത്തിൽ ഞാൻ എന്താണ് എന്താണ് നീ തന്നെ പറഞ്ഞ നീ അല്ലേ ഇത് ഉണ്ടാക്കിയത്? ഇതൊരു കഴുതാണല്ലത്.
എടാ പടം വരക്കുമ്പോഴെങ്കിലും മര്യാദക്ക് വരക്കാൻ പറ്റില്ല നിനക്ക്. ഇത് എന്താ ഈ കഴുതൊരു മാതിരി ഗർഭിണിയായ കഴുതാ? എന്താണ് എന്റെ കയ്യിലിരിക്കുമ്പോഴേ ഇതിനൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങോട്ട് വന്നാ പിന്നെയാ ഗർഭിണിയായിരുന്നു. ആ എടാ വേറെ നീ വളർന്ന് ഇങ്ങോട്ട് നോക്കിയ കാര്യമായിട്ട് ചോദിക്കരുത്. നീ വളർന്ന് വലുതായി വിദ്യാഭ്യാസമൊക്കെ നേടി നേടൂലേ? വിദ്യാഭ്യാസമൊക്കെ നേടി ഗൾഫിലൊക്കെ പോയിട്ട് നല്ല നിലയിൽ കഴിയുമ്പോ അച്ഛനൊരു കല്യാണക്കാരൻ നോക്കും. എടാ എന്താ പൊന്നെ എന്തൊരു നാണോണ് കല്യാണം പറഞ്ഞ പോലെ. എടാ കല്യാണക്കാരൻ നോക്കുമ്പോ നിനക്ക് ആരെ കെട്ടാനാണ് ഇഷ്ടം? അച്ഛന്റെ അമ്മയെ കെട്ടിയാ മതി. എന്റെ അമ്മനെ? എടാ നീ എങ്ങനെ എന്റെ അമ്മനെ കെട്ടണത്? അതെ എന്റെ അമ്മയെ അച്ഛനെ കെട്ടാങ്കിലേ അച്ഛന്റെ അമ്മ എനിക്കും കെട്ടാം. എടാ നിന്റെ അമ്മ എന്റെ ഭാര്യല്ലടാ. എടാ അതല്ല ചോദിച്ചത് ഞാൻ ചോദിച്ചതേ നീ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി അവിടെ നിൽക്കണല്ലോ, നല്ല ജോലിയൊക്കെ കിട്ടി അവിടെ നിൽക്കണല്ലോ. ആ സമയത്ത് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഒരു 3-4 പെൺകുട്ടികളെ നോക്കി വെക്കും. ഒരു 3-4 പെൺകുട്ടികളെ നോക്കി വെക്കും. ഉദാഹരണത്തിന് ഇവിടെ ശ്രദ്ധിക്കടാ, ഉദാഹരണത്തിന് ഒരു ടെലഫോൺ ബൂത്തിൽ ഇരിക്കുന്ന പെൺകുട്ടി. എന്തേ നീ വലിയ പറയണ്ട, ഞാൻ നോക്കി വെച്ചോളാം കേട്ടാ. അപ്പൊ ഒരു ടെലഫോൺ ബൂത്തിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു നഴ്സ്, ഒരു ടീച്ചർ. ആരൊക്കെ? ഏടാ അപ്പൊ ഇവര് 3 പേരിൽ നീ ആരെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടം? ടീച്ചറെ കഴിക്കാനുള്ളൂ. എന്നാണ് ടീച്ചർ കല്യാണം കഴിക്കാൻ കാരണം? അതെ അപ്പൊ ടീച്ചർ ആവുമ്പോഴേ എത്ര ലേറ്റ് ആയാലും അമ്മർക്ക് ചെയ്യാതെ കടത്തില്ല. നിന്നോണ്ടല്ലോ ഇടിച്ചിട്ടുണ്ടല്ലോ. ഒടുക്കത്തെ പടിയായി വീട്ടിൽ എത്ര എടുത്താലും തീരൂല. എന്റെ നടുവൊടിഞ്ഞ് വല്ല ദുബായിലാ മറ്റോ അറബീന്റെ വീട്ടിലെ മറ്റാങ്കിൽ പണിയും എടുക്ക, ഒട്ടകത്തിന്റെ പാലും കുടിക്കും. ഇവിടെ ആണെങ്കിൽ ആ പണ്ടാര ചക്കനൊന്നും കാണുന്നില്ലല്ലോ. ഒരു പണിയെങ്ങാനും കൊടുക്കാന്ന് വെച്ചാ അത് എവിടെ പോയി? വരുന്നുണ്ട്. നിനക്ക് ഞാനൊരു പണി തരാടാ. എന്റെ പൊന്നെ നിനക്ക് സ്വർഗം ഞാൻ കാണിച്ചുതരാം. നിനക്ക് സ്വർഗം ഞാൻ കാണിച്ചടാ. നീ ഇതാ ഇതിന്റെ അകത്ത് വിരലിട്ടെ. നിനക്ക് സ്വർണ്ണം ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ അകത്ത് വിരലിട്ട് നോക്കിയേ. പിന്നെ ഡെയിലി ഞാൻ കാണുന്നതല്ലേ. നീ അതിന്റെ അകത്ത് വിരലിട്ടെ. പിന്നല്ലാതെ നീ അതിനകത്ത് വിരലിട്ട്. ഇതാ ഞാൻ എന്ത് പറഞ്ഞു, നീ വിരലിട്ട് നോക്ക്. പിന്നല്ലാതെ കാണൂടാ. ഉറപ്പ്. ഞാൻ ഡെയിലി കാണുന്നതാടാ. ഒന്ന് ആന തുള്ളന്റെ ഇവന് കൊടുക്കാന്ന് കരുതി. ഒരു കാര്യം ചെയ്യാം, നീ കൈ പൊക്കി പിടിച്ചാ.